വേദിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാന്യ വ്യക്തിത്വങ്ങളായ ശ്രീ കലക്കഹറവർകൾ, നമ്മുടെ മടവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ അഫ്സൽ അവർകൾ, അതുപോലെ നമ്മുടെ സഹമെമ്പർമാരായ അജിത് കുമാർ അവർകൾ, ശ്രീമതി സിനി സതീഷ്, ശ്രീമതി സുനിത മനോജ്, മുൻ മെമ്പർ കൂടിയായ ശ്രീ മോഹൻദാസ് അവർകൾ, അതുപോലെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരായ ശ്രീ നസീർ, പള്ളിക്കൽ നസീർ, ശ്രീ ഷമീസ്, ക്ഷേത്ര ഭാരവാഹികളെ, സദസ്സിലിരിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എനിക്ക് മുന്നേ സംസാരിച്ച നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇന്ന് നോമ്പായതിനാലാണ് നമുക്ക് നോമ്പ് മുറിച്ചതിന് ശേഷം ആ സമയത്താണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് കഴിഞ്ഞേ വരാൻ സാധിച്ചുള്ളൂ. ആദ്യമേ ക്ഷമ ചോദിക്കുന്നത് താമസിച്ചത്. ഞാൻ കഴിഞ്ഞ 5 വർഷവും ഈ മടവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കക്കോട് വാർഡിൻ്റെ മെമ്പറായിരുന്നു. ആ 5 വർഷവും ഈ പുളിമാത്ത് ദേവീ ക്ഷേത്രവുമായി വളരെ സഹകരിച്ചു പോന്നിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആയതിനാലാണ് വീണ്ടും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഈ വർഷത്തെ ആഘോഷത്തിലും എന്നെ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചത്. അതിൽ വളരെയധികം സന്തോഷം. അവരുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും പല കാര്യങ്ങളും എന്നെ അറിയിക്കാറുണ്ട്. ഇവിടെ ഉത്സവം കഴിഞ്ഞ വർഷം മണികണ്ഠൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള കച്ചേരിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കലാമണ്ഡലം രാധാകൃഷ്ണൻ സാറിനെ എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം എൻ്റെ വാർഡിൽ താമസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ചെണ്ട പരിശീലനം നടത്തുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഒട്ടനവധി കുട്ടികൾ പല മേഖലകളിൽ, അതായത് ചെണ്ടയിൽ വൈദഗ്ധ്യം നേടിക്കൊണ്ട് നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ എ ഗ്രേഡ് കരസ്ഥമാക്കി ഇന്ന് നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ദേവീ ക്ഷേത്രം എന്ന് പറയുന്നത് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഏവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പോകുന്ന ഒരു നല്ല ആംബിയൻസ് തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ തരുന്ന ഒരു കലാക്ഷേത്രം കൂടിയാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എല്ലാ മതസ്ഥരും ഒരുപോലെ ആവണം. എല്ലാവരും നന്മയിലൂടെ നമ്മുടെ മെന്റാലിറ്റി എപ്പോഴും മനുഷ്യത്വപൂർണ്ണമായിരിക്കണം എന്ന നല്ല ഒരു എന്താ പറയുന്ന ആദർശം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾക്കും ഇതിനെ ചുക്കാൻ പിടിച്ച മറ്റു നേതൃത്വത്തിനും എല്ലാവർക്കും ഇവിടെ ഒത്തുചേർന്ന എല്ലാവർക്കും നന്ദിയും ആശംസയും നേർന്നുകൊണ്ട് നിർത്തുന്നു.